ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിനുവേണ്ടി ഞാനൊരു രണ്ട് വലിയ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പൊട്ടറ്റോ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ്, ഇതൊരു 2 സ്പൂൺ വലിയ ക്യാരറ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരു 2 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 സ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ സ്പൂൺ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ചെറിയ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 സ്പൂൺ ജീരകത്തിൻ്റെ പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെങ്കിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാനൊരു 2 വലിയ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ബീൻസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇപ്പം ഇതുപോലെ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഞാനെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്കിതൊന്ന് കോട്ട് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് മൈദയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവറിന് പകരമായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ സ്ക്വയർ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം, അതിൽ മുക്കിയെടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഉണ്ടാക്കിയിടാം. അപ്പം നമുക്ക് ഒരു വശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.